ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിലായി. കഴിഞ്ഞ ദിവസം നാടകീയമായ സംഭവ വികാസങ്ങൾക്കൊടുവിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. രാഹുൽ ഈശ്വറിനെതിരെയും ഹണി റോസ് പരാതിയുമായി രംഗത്തിറങ്ങിയതും ഒക്കെ കേരളം കണ്ടതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും കേരളം ഉറ്റുനോക്കുകയാണ് ഹണി റോസിന്റെ അടുത്ത നീക്കം എന്തെന്നുള്ളത്. ഇപ്പോൾ ഇതാ ഹണി റോസിനെതിരെയുള്ള അധിക്ഷേപത്തിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ നടപടി തുടങ്ങിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ മോശം പരാമർശം നടത്തിയവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നടി ഹണി റോസിനെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചവർക്കെതിരെ കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാവുകയാണ്. അധിക്ഷേപിച്ച കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകുന്നു. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് ലൈംഗിക അധിക്ഷേപ പരാതി നൽകിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങളിലാണ് ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത്. അധിക്ഷേപ പരാമർശങ്ങൾ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലുകൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തതിന് പിന്നാലെ വലിയ അധിക്ഷേപ പരാമർശങ്ങളാണ് ഹണി റോസ് എന്ന താരത്തിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ ദ്വയാർത്ഥ പ്രയോഗം ആരോപിച്ച് ഹണി റോസ് പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റിൽ കമന്റുകളിലൂടെയാണ് സൈബർ അധിക്ഷേപം തുടങ്ങിയത്. തുടർന്ന് ഇവർക്കെതിരെ ഹണിയുടെ പരാതിയിൽ പോലീസ് നടപടികൾ ആരംഭിച്ചിരുന്നു. അധിക്ഷേപ പരാമർശം നടത്തിയ 30ഓളം പേരെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായതും. പിന്നീടും താരത്തിനെതിരെ സൈബർ അധിക്ഷേപം തുടരുക തന്നെയാണ്. ഇതിനിടെ രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ പരസ്യമായി വിമർശിച്ചതും അധിക്ഷേപങ്ങൾക്ക് കാരണമായി. പിന്നാലെ ഹണി റോസിന്റെ പോസ്റ്റുകൾക്കും വീഡിയോകൾക്കും താഴെ ആളുകൾ മോശം കമന്റുകൾ കുറിച്ചിരുന്നു. സംഭവത്തിൽ രാഹുൽ ഈശ്വറിനെതിരെയും താരം പരാതി നൽകിയിട്ടുണ്ട്. ഹണി റോസിനെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. ഹണി റോസ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളെ ഇനിയും ഉദ്ഘാടനങ്ങൾക്കായി ക്ഷണിക്കുമെന്നാണ് ബോബി ചെമ്മണ്ണൂർ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മാർക്കറ്റിംഗ് മാത്രമാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും തന്റെ ജീവനക്കാർക്കും ഉപഭോക്താക്കൾക്കും തന്നിൽ വിശ്വാസമുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. ഏതായാലും ഹണി റോസ് നിയമ നടപടിയുമായി അതിശക്തമായി മുന്നോട്ട് തന്നെയെന്നാണ് വ്യക്തമാക്കുന്നത്.